ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒരു കുഞ്ഞു ലൈക്കും കൂടി അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നിതാ പണിസ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ എത്തിയ പാടെ തന്നെ വേഗം അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്നിതാ നേരെ നമ്മുടെ സാമ്രാജ്യം അവിടേക്ക് കയറി ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ വേഗം അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ഇന്നലെ രാത്രിക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഇതാ അപ്പോൾ അത് രാവിലെ വേഗം ഉണ്ടാക്കിയെടുക്കുക എളുപ്പമല്ലേ. അതുകൊണ്ട് ഇഡ്ഡലി ദോശ സംഭവങ്ങളൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് കുറച്ച് ചൂടാറിയപ്പം വേഗം പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ. അതൊന്ന് പിന്നെ ചൂടാറാത്തൊരു പാത്രമാണ് ഇട്ട് വെച്ചാൽ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴേക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല, വലിയതായിട്ട് തണുപ്പൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ വേഗം അതിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിന് സാമ്പാറും ഉണ്ട് കേട്ടോ കൂട്ടാനായിട്ട്. അങ്ങനെ സാമ്പാറൊക്കെ അതവിടെ നല്ല ഉഷാറായിട്ട് ചീനച്ചട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ ഇത് സെറ്റാക്കി അവിടെ വെച്ചിട്ട് ഇതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മുറ്റം അടിച്ചു തരാനൊക്കെ ഉണ്ട്. പക്ഷേ മുറ്റത്ത് നല്ല മഴ കാരണം അടിച്ചു തരാൻ പോയിട്ടില്ല. ഇതങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ട് അടിച്ചു തരാൻ പോവാമെന്ന് വിചാരിച്ച് ഇനി വേഗം ഒന്ന് അടിച്ചു കയറിയിട്ട് വരണം. അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ നമ്മളവിടെ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ശേഖരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ വെള്ളം ഇങ്ങനെ മുകളിൽ വെക്കും കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ഈ വെള്ളം പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചോറിൽ വെള്ളം കുറവുണ്ടെങ്കിൽ ഈ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇനി കറി വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. അതിലേക്ക് പച്ചമുളകും തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ മീനൊന്ന് ഫ്രീസറിൽ ഞാൻ മുറിച്ച് എടുത്ത് വെച്ചതുണ്ട് കേട്ടോ. അത് എടുത്തിട്ടൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് അതെടുത്ത് വെള്ളത്തിലിടാൻ വേണ്ടി കൊണ്ടുവച്ചാൽ ഈ തേങ്ങ ഉണ്ട് കേട്ടോ. തേങ്ങ ഒന്ന് ചിരവി എടുക്കണം. എടുത്തിട്ട് അതൊന്ന് അരയ്ക്കാനും ഉണ്ട്, പിന്നെ കുറച്ച് ചിരവി എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പണികളൊക്കെ അങ്ങോട്ട് വേഗം ചെയ്ത് വെക്കണേ. അല്ലെങ്കിൽ പോവാൻ നേരത്താണ് ഞാൻ തേങ്ങ ചിരവി വെക്കലൊക്കെ. അപ്പോൾ ഇന്ന് വേഗം അങ്ങോട്ട് ചിരവി വയ്ക്കുക. ചോറൊക്കെ വേവണേലുള്ളൂ. പിന്നെ മീനൊന്ന് അലിഞ്ഞ് കിട്ടും വേണം, ഐസല്ലേ. അതൊന്ന് റെഡി ആകുമ്പോഴേക്ക് ഇത് ചിരവി എടുത്ത് വെക്കുക. കുറച്ച് തേങ്ങ അരച്ച് വെക്കും കേട്ടോ, സ്റ്റോക്ക് ചെയ്ത് വെക്കും. എപ്പോഴായാലും ഞാൻ പറയുന്ന പോലെ തന്നെ ഞാനൊരു ദിവസം ഇല്ലാതായാലും ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ അരച്ച് വെച്ചിട്ടാട്ടോ പോവുക. അപ്പോൾ ആ ഒരു പണിയും കൂടി ചെയ്യാണ്ട് അപ്പോൾ 2 മുറി തേങ്ങ ഞാൻ ചിരവിയിട്ട് കുറച്ച് പാത്രത്തിലും വയ്ക്കുക, ഇതുപോലെ തന്നെ അരച്ചും വയ്ക്കുക. ഉപ്പേരിക്കൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, അത് പുട്ടിലേക്ക് ഇടാനും അങ്ങനെ കുത്തപ്പം ഉണ്ടാക്കുമ്പം അതിലിട്ട് കൊടുക്കാനൊക്കെ തേങ്ങ അത്യാവശ്യമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ വേഗം ഇങ്ങനെ ചിരവി സെറ്റാക്കി വെക്കണതാട്ടോ. അപ്പോൾ ഇത് 2 മുറി തേങ്ങ ചിരവിയാൽ തന്നെ അത്യാവശ്യത്തിന് എടുക്കാൻ മാത്രമുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വേഗം ചെയ്ത് വെക്കും. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളും പണികളും ഒക്കെ ചെയ്യലേ. അപ്പോൾ ഇത് അരയ്ക്കുമ്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടാട്ടോ അരച്ച് വെക്കുക. എന്നാൽ പിന്നെ ഏതൊരു കറിയിലേക്ക് ഉപയോഗിക്കാം, മീൻ കറിയിലേക്കാണെങ്കിലും പച്ചക്കറിയിലേക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും ചേച്ചിയും ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. എല്ലാം മേശമ്മൽ കൊണ്ടുവച്ച് റെഡിയാക്കി വെച്ചിന്. അപ്പോൾ 4 ഇഡ്ഡലി തിന്നുന്നുണ്ട് കേട്ടോ. വിശപ്പുണ്ടെന്ന് സത്യത്തിലും വീട്ടിൽ നിന്ന് ഒരു ചപ്പാത്തി തിന്നിട്ടാട്ടോ ഇന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വിശപ്പുണ്ട്. അപ്പം ഇന്ന് 4 ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെ ഞാനും ചേച്ചി ഇരുന്ന് കഴിച്ച്. അപ്പം നേരത്തെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞതാ ഞാൻ പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകിയേക്കാം കേട്ടോ. എന്നത്തെയും പോലെ തന്നെ കേട്ടോ നമ്മളെ വീഡിയോ. ചില കുഞ്ഞു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കത് വ്ളോഗായിട്ട് ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇടുന്നത്. അപ്പോൾ അതാ കുറച്ച് പാത്രമേ ഉള്ളൂ. ഞാനും ചേച്ചിയും കുടിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം കുടിച്ച പാത്രമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടിച്ച പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ച് ഇനി അതൊക്കെ ഒന്ന് കഴുകി കമഴ്ത്തി വെച്ചാൽ നമ്മളെ പണി കഴിഞ്ഞിട്ടോ. ഈ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മറ്റേ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയിലേക്ക് പോവുക കേട്ടോ. ഇവിടെ ആദ്യം എല്ലാ പാത്രം തേച്ച് കഴുകി വെച്ച് ആ സിങ്കൊക്കെ ഒന്ന് ഉരച്ച് കഴുകി അവിടെയുള്ള റാക്കൊക്കെ ഒന്ന് തുടച്ചിട്ട് അവിടെ ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒതുക്കി വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടേക്ക് അങ്ങനെ വലിയ പണികളൊന്നുമില്ല. ഇവിടുത്തെ പണികളൊക്കെ തീർത്താൽ പിന്നെ ബാക്കി ചോറും കറിയും എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കേണ്ട ഒരു പണിയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടുന്ന് വേറെ പണികളൊന്നുമില്ല. പിന്നെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും വല്ല വെള്ളമോ ചായയോ കുടിക്കണമെങ്കിൽ ഫ്ലാസ്കിൽ തിളച്ച വെള്ളം എപ്പോഴും സ്റ്റോക്കാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇട്ട് കുടിക്കേണ്ട ഒരാവശ്യമേ ഉള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ മറ്റേ അടുക്കളയിലും. അപ്പോൾ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കാരണം ഇന്ന് ഫുള്ള് മഴയാണ്. ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഫുള്ള് മഴയാണ്. പുറമേത്തെ പണികളൊന്നും വല്ലാതെ എടുക്കാൻ പോവാൻ നേരമില്ല. എന്നാലും ഞാൻ
മഴേൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടിയ ആ ഒരു സമയത്ത് പോയി അടിച്ചു വരലും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നതാട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിനോട് ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് അവിടെ പണിയെടുക്കുന്നത്. ചേച്ചി അവിടെ അപ്പന് മരുന്നെടുത്ത് കൊടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ മരുന്ന് എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടാളും ഓരോ കാര്യങ്ങൾ തമാശകളാണ് പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, എന്നും ഈ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാൽ ആൾക്കാർക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, ഇവിടുത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ അടുക്കളത്തെ പണിയൊക്കെ അവിടുത്തത് കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ചോറ് ഏകദേശം വേവായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇറക്കിയിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. കുറച്ചും കൂടി ഒന്ന് റെഡി ആവണമെങ്കിൽ അത് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുത്താൽ പിന്നെ ബാക്കി പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലേശം കൂടി ഒന്ന് ഒതുങ്ങി കിട്ടും ചോറ്. എന്നിട്ട് നമുക്ക് വാർക്കാൻ വേണ്ടി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വേഗം ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടോ, ചെമ്പ് ഇറക്കിയ പാടെ ചട്ടി വെച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച്. ഇനി ഇന്ന് മീൻകറി അയിലക്കറിയില്ലേ, അതിലേക്ക് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അത് തേങ്ങ അരച്ച് വെക്കണം. അപ്പോൾ മാങ്ങയും ഒന്ന് ചെത്തി മിനുക്കിയെടുക്കട്ടെ. അപ്പോൾ ഒന്ന് രാവിലെ ചേച്ചി പറിച്ചു കൊണ്ടുവന്നതാട്ടോ മുറ്റത്തുനിന്ന് മാവുമെന്ന്. അപ്പോൾ അത് തോലൊന്ന് ചെത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ പഴുത്തണോന്നൊരു സംശയം ആയിട്ട് പറിച്ചതാണ്, പക്ഷേ പഴുത്തതൊന്നുമല്ല കേട്ടോ, പച്ച തന്നെയാണ്. എന്നാലും ചെറിയൊരു മഞ്ഞ കളറ് വന്നിട്ടുണ്ട്. അപ്പം മധുരം ഉണ്ടാവുമോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ഞാൻ മുറിച്ചാണ് വെച്ചെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. തോലൊക്കെ ചെത്തിയിട്ട് ഇനി അതൊന്ന് പീസാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പീസാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ഇങ്ങനെ പീസാക്കി എടുക്കുകയാണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊന്ന് ചൂടാവണ്ടേ. അത് ചൂടായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് അത് അവിടെ റെഡിയാക്കി വെച്ചതുണ്ട് കേട്ടോ. അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം മാങ്ങി ഞാൻ പീസാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം സംഭവം രസമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. വെറുതെ മുളകിട്ട് കറി വെച്ചാലും ടേസ്റ്റൊക്കെ തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറിക്ക് നല്ലൊരു കട്ടി വരും കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വഴറ്റി വെക്കുമ്പോഴേ, അപ്പോൾ അതിന് ഇങ്ങനെ നല്ലോണം വഴന്ന് കിട്ടുമ്പം അതൊരു ടേസ്റ്റ് വേറെ വ്യത്യാസവും, നമ്മൾ മുളകൊക്കെ കലക്കി വെക്കുന്ന ടേസ്റ്റ് അതൊരു വേറെ വ്യത്യാസമായിട്ട് തന്നെയായിട്ട് വരിക. എന്നാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മാങ്ങ ഒക്കെ ഞാൻ മുറിച്ച് പീസാക്കി വെച്ചിന്. അപ്പോൾ അതൊന്നും മുഴുവനൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ, കുറച്ചേ ഇട്ട് കൊടുക്കുള്ളൂ. അത്യാവശ്യം പുളിയുണ്ട്, നേരിയൊരു മധുരവും ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മതി എടുത്താൽ മതി കേട്ടോ മോളേന്ന് ചേച്ചി പറയുന്നുണ്ട്. ബാക്കി എടുത്തേക്കുക, അല്ലെങ്കിൽ ഈ തിന്നോ ബാക്കി കഷ്ണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തിന്നോണ്ട് ആദ്യം കറിയിലിടട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഞാൻ എടുത്ത് കടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ ഇനി 2-3-4 കഷ്ണം ഇട്ട് കൊടുക്കുക, പിന്നെ ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ തിന്നുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. കാരണം ഈ മാങ്ങ തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത്യാവശ്യം ഒരു പുളിയും അത്യാവശ്യം ഒരു മധുരമുള്ള ആ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ, ബാക്കി കഷ്ണം എനിക്കുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം തക്കാളിയും ഉള്ളിയൊക്കെ വാടട്ടെ, അതുവരെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. എന്നാലേ ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനത് കുറച്ച് തീ സ്ലോ ആക്കി വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? മാങ്ങട്ടിട്ട് അയലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ലെങ്കിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുമ്പം ടേസ്റ്റാണേ. അപ്പോൾ മാങ്ങ കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ടാവും. ഇവിടെ പിന്നെ മുറ്റത്ത് മാവുള്ളതുകൊണ്ടാട്ടോ ഞങ്ങൾക്ക് മാങ്ങട്ട് കറി വെക്കണം എന്ന് തോന്നി അപ്പം ചേച്ചി പറിച്ചുകൊണ്ട് വരും. അപ്പന് മാങ്ങട്ട് കറി ഉണ്ടാക്കണമൊക്കെ ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. അപ്പം ഓവറായിട്ട് എരിവ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച്, വേണമെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് എരിവൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചേച്ചി മേശ തുടയ്ക്കാൻ ഒരു പുതിയ ടർക്കി എടുത്ത് കൊണ്ടുവന്നതാട്ടോ. ഇനി ഇത് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടേന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചേച്ചി കൊണ്ടുവച്ചിന് കേട്ടോ. അപ്പോൾ ഞാനിതിൽ പുളി ഒഴിക്കാത്തതുകൊണ്ടാട്ടോ തിളച്ച വെള്ളം ഒഴിക്കണത്. ഇതിൽ മാങ്ങയല്ല ഇട്ട് കൊടുക്കണത്, അതുകൊണ്ട് പുളി ഒഴിക്കണില്ല. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം അവിടെ ഇറക്കി വെച്ചതുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അത് ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അത്യാവശ്യത്തിനും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇനിയും മസാല ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. തിളയ്ക്കാതെ ഇടുമ്പം അതൊരു സുഖമില്ല കേട്ടോ. അതുമല്ല മാങ്ങ ഇട്ട് കൊടുത്താൽ ഓവറായിട്ട് വെന്ത് അലിഞ്ഞു പോകും. അപ്പോൾ ഒരു മാക്സിമം തള വന്നിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മാങ്ങ നല്ല രീതിക്ക് വെന്ത് കിട്ടും, അലിയാതെ വെന്ത് കിട്ടും കേട്ടോ.
ഇനി മാങ്ങ നല്ലോണം ഇതിൽ കടന്ന് വെന്തിട്ട് വേണം മീനിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ മാങ്ങ ഞാനൊരു 5-6 കഷ്ണം ഇട്ട് കൊടുത്തിട്ടോ. ഓവർ പുളി ഉണ്ടോ ചോദിച്ചാൽ പുളി ഉണ്ടെങ്കിലും അത്യാവശ്യം ഒരു കുഞ്ഞു മധുരമുണ്ട്, അങ്ങനത്തെ ഒരു മാങ്ങ കേട്ടോ. അപ്പോൾ ഞാനതാ നല്ലോണം ഉഷാറായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടോ. ഇനി അതൊന്ന് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഉപ്പേരിക്കുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നും ചെറുതായിട്ടൊരു കുഞ്ഞുപ്പേരിയൊക്കെ ഉണ്ട്. ഉപ്പേരി എന്താ പറയുക വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇന്നൊന്ന് അടിച്ചേരി തുടയ്ക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് അടുക്കളയിലെ പണി വേഗം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ഒന്ന് നെക്കി നോക്കിയപ്പം മാങ്ങ വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വേവട്ടെ എന്ന് വിചാരിക്കുക. ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക വേവുള്ള പോലെയൊക്കെ തോന്നുക കേട്ടോ. അങ്ങനത്തെ ഉപ്പേരിക്ക് മുറിച്ച് വെച്ചതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മസാലയൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്താൽ നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് പച്ചമുളക് തന്നെ ഇട്ട് കൊടുത്തണ്. 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പേരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ കഞ്ഞിവെള്ളം ഒന്ന് വാർക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. കഞ്ഞിവെള്ളം സിങ്കിലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കും. ആവശ്യത്തിന് വേണമെങ്കിൽ കുടിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളൊരു രീതിക്ക് കഞ്ഞിവെള്ളം ആദ്യം തന്നെ ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പം വേണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ അതിലേക്ക് കഞ്ഞിവെള്ളം വാർത്തിട്ട് പിന്നെ പാത്രം എടുത്ത് വെച്ചിട്ട് ചോറ് വാർക്കാനായിട്ട് വെക്കും. അങ്ങനെയാകുമ്പോൾ ബാക്കി എല്ലാ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലെ കഞ്ഞിവെള്ളം എല്ലാം പോകുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മേശമേലേക്ക് കൊണ്ടുവയ്ക്കുന്ന പാത്രത്തിൽ ആക്കി വെക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അപ്പം അവിടെ വെച്ചാലാണ് കേട്ടത് സെറ്റായി നിൽക്കുള്ളൂ ആ പാത്രത്തിൽ. അതാണത് അവിടെ കൊണ്ടുപോയി വെച്ചത്. പിന്നെ അതാ അപ്പോഴേക്കും മീനൊക്കെ കറിയൊക്കെ തിളച്ചപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. മാങ്ങയൊക്കെ അത്യാവശ്യത്തിന് വെന്തിണ്. ഇനിയിപ്പോൾ ഈ മീനൊന്ന് റെഡി ആകുമ്പോഴേക്കും മാങ്ങ അതിൻ്റെ കൂടെ ഒന്നും കൂടി ഉഷാറായിക്കോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂടിയൊക്കെ കേട്ടോ. ഒരു തള വന്നാലേ അത് ശരിയാവുള്ളേ, എന്നാലേ മീനൊന്ന് വെന്ത് റെഡി ആവുള്ളൂ. മീനിൽ മസാല ഒക്കെ പിടിക്കണേ നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ആവി ഇങ്ങനെ മുകളിലേക്ക് പോവല്ലേ. അപ്പം മറ്റേ രീതിക്ക് മൂടി വെച്ച് വേവിക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് ആവുക. അപ്പോൾ പിന്നെ അത് ആ തേങ്ങയൊക്കെ അരച്ച് കലക്കി കൊടുത്തിട്ടോ. അരച്ചിനല്ലോ നേരത്തെ, അതൊക്കെ ഒന്ന് കലക്കി ഉഷാറായി നമ്മളെ ഉപ്പേരിയും ഏകദേശം വെന്തിന് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞതാ നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കണം. അപ്പോൾ കറി ഒന്ന് വെട്ടി തിളക്കട്ടെ വിചാരിച്ച് ഇനി അതിലേക്കൊന്നും ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കണം. അതിനേതാ ഉള്ളി കൊണ്ടൊരു വറവിട്ട് കൊടുത്ത് അങ്ങനെ ചെറിയ ഉള്ളി ഇട്ടിട്ടാട്ടോ വറവിട്ട് കൊടുത്തത്. അങ്ങനെ നമ്മൾ അയിലക്കറി, അടിപൊളി അയിലക്കറി സെറ്റായിന്. മാങ്ങട്ട അടിപൊളി കറി കേട്ടോ. അപ്പം കൂട്ടുകാർ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. ടേസ്റ്റിന് ഒരു കുറവും വരില്ല. ഞാനാണ് പറയുന്നത്, വെച്ച് നോക്കിയിട്ട് പറയണം കേട്ടോ, അഭിപ്രായം പറയണം. അപ്പോൾ അതാ കറി ഓഫാക്കിന്. ഇനി ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ള വെള്ളം ഉണ്ട് കേട്ടോ. ഇനി ഇതിവിടെ നിൽക്കട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അടിച്ചേരി തുടയ്ക്കാണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മുന്നേ ഞാനിതാ ഈ സോഫ സെറ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഇത് ഞാനിവിടെ ചെയ്യണതാണ്. ഈ സോഫ സെറ്റിന് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു പൂപ്പൽ വരില്ല കേട്ടോ. അപ്പോൾ ഈ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെള്ള കളറായിട്ട് കാണും. അപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ വരുന്നതല്ലേ, ഇടയ്ക്കിടയ്ക്ക് വരും ആൾക്കാരൊക്കെ. അപ്പോൾ അതിങ്ങനെ വൃത്തിയില്ലാതെ കിടക്കണത് കാണുമ്പോൾ മഹാ ബോറല്ലേ. അതുകൊണ്ട് അതൊന്ന് തുടച്ചെടുക്കണം. തുടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കള്ളി പോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തുടച്ചെടുക്കണം. അപ്പം ഞാനൊരു ബക്കറ്റിൽ അവിടെ വെള്ളം കൊണ്ടുവച്ചിന് കേട്ടോ. ആ വെള്ളം തുണി മുക്കിയിട്ട് നല്ലോണം ഉരച്ച് കഴുകുക കേട്ടോ. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കിയാൽ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ. ഇത് നല്ല ബ്ലാക്ക് കളർ ഒരു സോഫയാണ്. അപ്പോൾ അതാ ടി വി കണ്ടോ, ഈ ടി വി ഇപ്പോൾ അതാ ഇന്നലെ കൊണ്ട് പുതിയത് വാങ്ങിയ ടി വി കേട്ടോ. ഇവിടുത്തെ പഴയ ടി വി കേട് വന്നുപോയി. അപ്പം പുതിയ ടി വി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിന് കേട്ടോ. അപ്പോൾ അത് നല്ല പുതിയ അടിപൊളി ടി വിയാണ്. അപ്പോൾ ഇതാ എല്ലാം തുടച്ച് ഉഷാറാക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലേക്കൊക്കെ തുടയ്ക്കാൻ കേട്ടോ. ആദ്യം ഒരു ഭാഗം നല്ല ക്ലിയർ ആക്കട്ടെ വിചാരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സമയമൊക്കെ ഉച്ചയാവാനായി തുടങ്ങിന്. എന്നാലും ചെയ്യേണ്ട ജോലി ചെയ്ത് തീർത്തിട്ട് പോയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനല്ല ഇപ്പോൾ ഇത് ചെയ്തു കൊടുക്കാനുള്ളൂ. ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ പണിക്ക് വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കണേൽ ഒരു മടിയില്ല കേട്ടോ. ഇതൊക്കെ ചെയ്തു കൊടുക്കുക അറിയണത് സന്തോഷമാണ്. കാരണം നമ്മളിത് ചെയ്യുന്ന അറിയണോണ്ടല്ലേ നമ്മളോട് പറയണത്. അല്ലാന്നുണ്ടെങ്കിലൊന്നും പറയൂലല്ലോ. അപ്പം അത് കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ചെയ്തു കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ. ഞാനിത് ആദ്യം ഇവിടെ പണിയെടുത്ത സമയത്തൊക്കെ ചെയ്തു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഉഷാറാക്കി തുടച്ച് മിനുക്കി കൊടുക്കും കേട്ടോ ഞാൻ.
അത് നല്ല എടുക്കണ പണി നല്ല ആത്മാർത്ഥതയോടെ കൂടി എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഏകദേശം ഇവിടെയും കൂടി തുടച്ച് കഴിഞ്ഞാൽ സംഭവം കഴിയാനായിട്ടാണ്. മഴ കാരണമാണെങ്കിൽ തുടച്ചാൽ ഉണങ്ങുമോ എന്നുള്ള കൺഫ്യൂഷനും ഉണ്ട്. അപ്പം ഫാനുണ്ട്, കാരണം കറണ്ട് ഇല്ലെങ്കിലാണ് ആകെ കുടുങ്ങുക. അപ്പം ഞാൻ അതൊക്കെ മനസ്സിലങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സോഫ സെറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം നനച്ച് നല്ലോണം വെള്ളം പോക്കി കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ അത് തുടച്ചെടുക്കണത് തന്നെ. നല്ലോണം പിഴിഞ്ഞിട്ട് അങ്ങനെ അത് തുടച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് അടിച്ചു വരിയിട്ടുണ്ട്. ഞാൻ ഇനി നിലമൊന്ന് തുടയ്ക്കാണ്ട്. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞ് പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ചേച്ചി അവിടെ ഓട്സ് കാച്ചി വെച്ചതുണ്ട് ഇനിട്ടോ. അപ്പനും ചേച്ചിക്കൊക്കെ ഓട്സ് ഉണ്ടാക്കി വെച്ച് എനിക്കും കൂടി ഉണ്ടാക്കിയതാട്ടോ. അപ്പം ഞാനത് കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വാ, ടി വിയിൽ ഇതൊരു ന്യൂസ് മണ്ണിടിച്ചിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാനതൊന്നും അങ്ങോട്ട് കാണാൻ വേണ്ടി പോയതാട്ടോ. അതാണ് ഇപ്പം എന്നെ ഇവിടെ നിങ്ങളാരും കാണാത്തത്. ഞാൻ ആ മണ്ണിടിച്ചിൽ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ക്യാമറ അവിടെ ഉള്ള ബോധമില്ലാതെ സത്യത്തിലും പോയത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ യൂട്യൂബിൽ അത് കണ്ടിരുന്നെന്ന് ചേച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് കുടിക്കട്ടെ, ഇത് കുടിച്ചിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളും പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ. തുടക്കലൊന്നും വീഡിയോ എടുക്കാനൊന്നും ഇനി സമയമില്ല. എനിക്ക് ഉച്ചയായി. നന്ദുമോൾക്ക് അവിടെ നല്ല പനിയൊക്കെ ആയിട്ട് വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ എത്തിയിട്ട് വേണം കഞ്ഞിയും മരുന്നും ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പം ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുക്കാതെ പോര് തന്നെയാണ് കേട്ടോ. മാസം കൂടുമ്പം എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് ഇടയിൽ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ മോളോട് മരുന്നൊക്കെ എടുത്ത് കുടിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാലും ഞാൻ ഈ പണി കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് ഓടും കേട്ടോ. ചെന്നിട്ട് വേണം അതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം അത്രയോ ലീവ് എടുക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ഞാൻ ലീവ് എടുക്കുള്ളൂ കേട്ടോ. അത്യാവശ്യത്തിന് മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വയ്യെങ്കിലും ഞാൻ നേരം വെളുത്താൽ ഇവിടെ എത്തും കേട്ടോ. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ ചാനലിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. ഞാനിതാ പോവാൻ വേണ്ടി മാറ്റി ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബായ് പറയാനേ. ഓക്കെ, ബായ്.